സന്ദീപ് വാര്യർ നോക്കൂ, ഒന്നാം പിണറായി സർക്കാരുമായി രണ്ടാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ അതിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ന് എം എ ബേബി പച്ചക്കുതിരിയിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ദീർഘമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്, ജനങ്ങളിലേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം പറയുന്നു അപവാദ പ്രചരണം നടക്കുന്നുണ്ട്, ആ അപവാദ പ്രചരണത്തെയും പാർട്ടി നേരിടേണ്ടതുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഈ തോൽവിയുടെ മറപറ്റി പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ പ്രചരണ സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന CPM വാദം എത്രമാത്രം ശരിയാണ് സന്ദീപ് വാര്യർ? ഇനി പറ, ഞാൻ കേക്കട്ടെ. ഈ അങ്ങയുടെ പ്രയോഗത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഈ പാർട്ടി സമം CPM എന്നൊരു പ്രയോഗം ഒരു ധാരണ പൊതുവെ കേരളത്തിലുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പാർട്ടികളാണ്. നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് CPM-നെ നശിപ്പിക്കാൻ വേണ്ടി എന്ന് ചോദിക്കണം. ഇപ്പൊ എല്ലാം പാർട്ടി എന്ന് പറഞ്ഞാൽ സമം CPM, ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് പൊതുബോധത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, ഇത്തരത്തിലൊരു പൊതുബോധം CPM-നെതിരെ സൃഷ്ടിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തെറ്റ് തിരുത്തലിനെ കുറിച്ച് പറയുന്നവർ തന്നെയാണല്ലോ. എന്ത് തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഇവർ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ SFI-ക്കാർ നടത്തുന്ന ഗുണ്ടായുസങ്ങൾ, പല കോളേജുകളിൽ നടത്തുന്ന ഗുണ്ടായുസങ്ങൾ, അതുപോലെ തന്നെ KSCB നടത്തുന്ന കാര്യങ്ങൾ, കണക്ഷൻ കട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ, ഇതെല്ലാം ഇവർ നടത്തുന്ന സമയത്ത് ഇവർ തിരുത്തലിന് തയ്യാറൊന്നുമല്ല. ഇതൊക്കെ വാചക കസർത്ത് മാത്രമാണ്. CPM ഈ തെറ്റ് തിരുത്താൻ തുടങ്ങിയിട്ട് കാലത്രയായി. പണ്ട് വാഴ വെട്ടിയ സമയത്ത് ഒരു അറബിക്കഥ സിനിമയിൽ ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്നത് പോലെ ഇപ്പൊ വാഴ വെട്ടുന്നത് തെറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ തിരുത്തുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയ ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇതാ തിരുത്തുന്നേ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കലാണ്. CPM അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് അണുവിട മാറാൻ പോകുന്നില്ല. അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം അഴിമതിക്കാർ നിറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. അവർക്കതൊന്നും മാറാൻ സാധിക്കുകയില്ല. അവരൊരു ഏകാധിപത്യ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമതും ഭരണം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന അഹങ്കാരത്തോട് മുന്നോട്ട് പോകുന്നു. അതിനെ വെള്ളപൂശാൻ വേണ്ടി പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കാർഡുകൾ ഇട്ടുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ്, വാസ്തവം ഇതാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ വിട്ടോളൂ, നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയല്ലേ ഇതെല്ലാം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നത്? ഇനി ഇതെല്ലാം തെറ്റാണെങ്കിൽ സ്വയം വിമർശനപരമാണെന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരമാണോ നിങ്ങൾക്ക് വെളിപാടുണ്ടായത്? നിങ്ങൾക്ക് ഇന്ന് സ്വയം വിമർശനം നടത്തണം. ഇന്ന് വൈകിട്ട് മുതൽ ഇന്ന് വൈകിട്ട് ഞാൻ ഇന്ന് സ്വയം വിമർശനം എന്നങ്ങ് തീരുമാനിക്കാം. അല്ലല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. എന്റെ ആർഗ്യുമെന്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഈ സ്വയം വിമർശനം എന്ന് പറയുന്നത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തുള്ള പരിപാടിയാണെന്ന് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ചെന്ന് പതിച്ചിട്ടുള്ള വലിയ ഗർത്തത്തിൽ നിന്ന് ഒരു കൈ കൊടുത്ത് രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള അവസാനത്തെ ശ്രമം നടത്തുകയാണ്. നിങ്ങളെ വടം വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലേതുപോലെ ആ കുഴിയിൽ നിന്ന് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം നിങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണ്ട. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും വിഡ്ഢികളല്ല. അവർക്ക് കൃത്യമായിട്ട് ധാരണയുള്ളത് കൊണ്ടാണ് പോളിംഗ് ബൂത്തിൽ പോയി കൃത്യമായി CPM-നെതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ തിരുത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. ജനവിരുദ്ധ നിലപാടുകളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർക്ക് കനത്ത പരാജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാരണം അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ, അഴിമതി നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു സർക്കാരുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ ഏഷ്യൻ പെയിന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പെയിന്റ് കൊടുന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റ് വാഷ് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ട് അരുണെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സന്ദീപ് വാര്യർ, നമ്മൾ വാസ്തവം എന്ന് പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ് വാസ്തവമായി സന്ദീപ് വാര്യർക്ക് തോന്നിയത്? വേണ്ടട്ടോ, നീ ചായ അടിച്ചാൽ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, കൃത്യമായിട്ട് എടുത്ത്, അല്ല പിന്നെ എന്താ പറയാ, ആട് പച്ചില ഇന്നുന്ന പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിയിട്ടല്ല. നിങ്ങൾ ഓരോ മണിക്കൂർ എടുത്ത് ഡിബേറ്റ് ചെയ്തോ. നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഡിബേറ്റ് ചെയ്യും. ഞാൻ ചർച്ചയ്ക്ക് വരാം. രാവിലെ മുതൽ വൈകിട്ട് വരെ വിഷയത്തിലോ 1 മിനിറ്റോ 2 മിനിറ്റോ മുഖ്യമന്ത്രി ലൈഫ് മിഷന്റെ വിഷയത്തിലോ പിണറായി വിജയനെയോ CPM-ലെ ഏതെങ്കിലും അംഗത്തെയോ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഏജൻസി? അരുൺ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് അരുൺ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ സന്ദീപ്? അതിനെ എതിർത്തത് ഞാനല്ല, സന്ദീപാണ്. ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണെ, ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെടും. നിങ്ങളൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈഫ് മിഷൻ കേസ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, കേരളത്തിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം തടഞ്ഞു വെക്കുന്നേ എന്ന വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പോയിന്റുകൾ റേസ് ചെയ്തിട്ടുള്ള ദീർഘമായിട്ടുള്ള ചർച്ചകൾ നമ്മളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഇനി ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് വസ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ബാക്കിയുള്ള 15 മിനിറ്റ് കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്കും അരുണിനും അറിയാം. അപ്പൊ അരുണിന്റെ ആവശ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ വെള്ളപൂശലാണ്. ആ വെള്ളപൂശാൻ വേണ്ടി നിങ്ങൾ എനിക്ക് അരുണിന്റെ സ്വഭാവം നേരത്തെ അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. അല്ല, എനിക്കറിയാം സന്ദീപ്,
അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാസ്തവം എന്ന പ്രേക്ഷകരുടെ മുന്നിൽ ഇത് സമർപ്പിച്ചതും. ഞാൻ അതാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് എടുക്കാം. ആ ഓരോരോ പോയിന്റുകളിൽ എവിടെയാണ് വാസ്തവം, എവിടെയാണ് അവാസ്തവം? മറുഭാഗത്ത് CPM-ന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങളില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എതിർഭാഗമുണ്ടോ? നമുക്ക് തർക്കിക്കാം. അരുണേ, CPM-ന്റെ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള ഭരണം സംബന്ധിച്ച് ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള പണം ഈ നിമിഷം വരെ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കണ്ണീരാണ് കേരളത്തിലെ നെൽകർഷകർക്കുള്ളത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കർഷകർക്ക് കണ്ണീരാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. കേന്ദ്ര സർക്കാർ നെൽകർഷകർക്കുള്ള MSP അത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് സംസ്ഥാനം അതിനെ അനുവാദികമായിട്ട് താഴ്ത്തുന്നു. ആ കേന്ദ്രം നൽകുന്ന അധിക വീതം കേരളത്തിലെ കർഷകർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടി കേരളം അത്രയും തുക താഴ്ത്തിയിട്ട് ആ അനുപാതം താഴ്ത്തി കൊടുക്കുന്നു. ഇതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? കേരളത്തിലെ കർഷകർ എന്തുകൊണ്ടാണ് അങ്ങനെയല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആനുപാതികമായി സമയം തരുമെന്നാണ് അരുൺ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. കേരളത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള പൊതുഗതാഗത സംവിധാനം KSRTC-യെ ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ലാഭകരമാക്കും എന്ന രീതിയിലുള്ള വാഗ്ദാനം നൽകിയിട്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് KSRTC-യുടെ അവസ്ഥ എന്താ? ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 50,000-ൽ പരം മനുഷ്യർ ജോലി ചെയ്തിരുന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു KSRTC എങ്കിൽ ഇന്നത് 18,000 20,000 പേരാ ജോലി ചെയ്യുന്നത്. എങ്ങനെ 30,000 പേർക്ക് KSRTC-യിൽ മാത്രം ജോലി പോയി? അതൊന്നും എനിക്കറിയാൻ മേല. ഇതിന് മറുപടി CPM പറയണ്ടേ? എങ്ങനെ KSRTC-യിൽ മനുഷ്യർ ആത്മഹത്യ ചെയ്തു? എങ്ങനെ KSRTC-യിലെ പെൻഷൻകാർ ആത്മഹത്യ ചെയ്തു? ജീവനക്കാർ ആത്മഹത്യ ചെയ്തു? ഈ മനുഷ്യരൊക്കെ നാളെ പോയി CPM-ന് വോട്ട് ചെയ്യുന്ന നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെ KSRTC-യിൽ ആദ്യമായി BMS-ന് അഫിലിയേഷൻ കിട്ടി? അവിടെ എങ്ങനെ അംഗീകാരം കിട്ടി തെരഞ്ഞെടുപ്പിൽ? ഇത് നിങ്ങൾ പരിശോധിക്കണ്ടേ? അപ്പൊ BJP-ക്കും സംഘപരിവാർ സംഘടനകൾക്കും കേരളത്തിൽ ഇടം കിട്ടുന്നത് നിങ്ങളുടെ ജനവിരുദ്ധ നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് കൊണ്ടാണ്. ഇനി ചില കാര്യങ്ങളോട് പറയട്ടെ. നിങ്ങൾ കാർഡിൽ കാണിക്കാത്ത കാര്യങ്ങൾ കൂടി പറയട്ടെ. വിഷയങ്ങളിൽ CPM-ന് അല്ല, നിങ്ങള് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാർഡിൽ കാണിച്ച കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നെൽകർഷകരുടെ വിഷയം പറഞ്ഞു, KSRTC-യുടെ വിഷയം പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഈ 2 വിഷയങ്ങളും ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇനി ഒരു കാര്യം കൂടി പറയാം. 91 ഏപ്രിൽ മാസത്തിൽ AK ആന്റണി സർക്കാർ ചാരായം നിരോധനത്തിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന്റെ പ്രകടനപത്രം നിങ്ങളെടുത്ത് പരിശോധിക്കുക. ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കും. കേരളത്തിലെ CPM-ന്റെ രമ്യഹർമ്മ്യങ്ങൾ മുഴുവൻ പണിതീർത്തിട്ടുള്ളത് ഈ ചാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ വേർപ്പിന്റെ രക്തത്തിന്റെ ഫലമായിട്ടാണ്. നിങ്ങൾ ഇന്നേ വരെ എത്ര ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ചാരായ തൊഴിലാളികൾ മറുപടി പറയട്ടെ. കേരളത്തിൽ കർഷകരെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ചാരായ തൊഴിലാളികളാണ്. നിങ്ങൾക്കറിയോ? എല്ലാവരും CITU-കാർ, എല്ലാവരും ബഹുഭൂരിപക്ഷവും ഈഴവ വിഭാഗത്തിൽപ്പെടുന്നവർ. റഹീമിന് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പ്രകടനപത്രികയിലുണ്ട് ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കും. ബെവറേജസ് കോർപ്പറേഷൻ നടക്കുന്നത് മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളല്ലേ? പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളെങ്കിലും താങ്കൾക്ക് റഹീമിനോട് ചോദിക്കാനുണ്ട്. ചാരായ തൊഴിലാളികളുടെ കാര്യം നിങ്ങൾക്ക്